കോടീശ്വരക്ക് പണം കണ്ടിട്ടാണ് ആ ഒരു ബേസിൽ ഒരുപാട് ആൾക്കാർ പൈസ ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് മുന്നേ വന്നു, ഇനിയിപ്പോൾ ഇതിനുള്ളത് ഞങ്ങളല്ലേ കേൾക്കണ്ടേ? ഇതിലാന്ന് എനിക്കറിയില്ല. പിന്നെ ഓരോ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു കോടീശ്വരനാണ്, ചോദിച്ച ഉടനെ തന്നെ കോടികൾ നിങ്ങൾക്ക് അത് പറ്റും, സാധിക്കുന്നതാണ്. അല്ല, ഇതിനകത്ത് ചാനലുകാർ കുറേ ഇടുന്നുണ്ടല്ലോ, കാരണം ഇവർ കോടീശ്വരനാണ്, ഏട്ടൻ കോടീശ്വരക്ക് പണം കണ്ടിട്ടാണ് ആ ഒരു ബേസിൽ ഒരുപാട് ആൾക്കാർ പൈസ ചോദിക്കുന്നവരുണ്ട്. ഏട്ടൻ എപ്പോഴും പറഞ്ഞു അക്കൗണ്ട് നോക്കി ഏത് ബാങ്കിലാന്ന് പോയി ഒന്ന് അന്വേഷിക്കുക, എവിടെയാണ് അക്കൗണ്ട് ഉള്ളത്, ബാലൻസ് എത്രയുണ്ടെന്ന് അന്വേഷിച്ചു പൈസ തരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഞാൻ വക്കീലാണോ എന്ന് സംശയം തോന്നി ഏതെല്ലാം യൂട്യൂബ് ചാനൽ ബാർ അസോസിയേഷനിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ സെക്രട്ടറി ചോദിച്ചു എന്താ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു ഉള്ളത് പറഞ്ഞു, അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ബാങ്ക് മാനേജറും കൂടെ വിളിച്ചോട്ടെ, അവർക്കൊരു ഇതായിക്കോട്ടെ. ഒരു 2 മാസമായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള ഒരു എന്താ പറയാ ഇതുവരെ തീർന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അത് നമ്മൾ തീരുന്നില്ലല്ലോ, പിന്നെ ഇങ്ങനെ അവര് തീരും. നമ്മൾ ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു, നിങ്ങൾ ഞങ്ങൾക്ക് മുന്നേ വന്നു, ഇനിയിപ്പോ ഇതിനുള്ളത് ഞങ്ങളല്ലേ കേൾക്കണ്ടേ? നിങ്ങൾക്ക് വ്യൂ, ഞങ്ങൾക്ക് തരും, അവർക്കൊരു സന്തോഷം, അവരുടെ ഫ്രസ്ട്രേഷനും കഴിയും. ശേഷം ഇല്ല, ഇത് ഫസ്റ്റാണ്, ഞാൻ ഫസ്റ്റാണ്. ഏട്ടൻ പിന്നെ ഒരുപാട് പോകുന്നല്ലേ, ഏട്ടൻ നമ്മൾ ഫസ്റ്റ്. കല്യാണം കഴിഞ്ഞ് ഒരു പ്രഭാഷണം തൃത്താലയിൽ പ്രഭാഷണം കഴിഞ്ഞു, നന്നായിട്ട് പോയി. ഇപ്പോൾ ഇനി അടുത്ത കണ്ണൂർ വരുന്നുണ്ട്, കണ്ണൂർ പ്രഭാഷണം. അപ്പം അങ്ങനെയൊക്കെ നന്നായിട്ട് പോകും. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാൻ തീരുമാനിച്ചു. അത്ര ടയേർഡാണ്, സുഖമായിട്ട് ഉറങ്ങി കണ്ണ് തുറക്കുമ്പോൾ ആ പുതിയ വർഷം നൈസ്. പൊതുവേ ഞാൻ വേറൊരു ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, അതായത് ന്യൂ ഇയർ ബോധം പോയി ആഘോഷിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു വിളക്ക് കൊളുത്തി ആഘോഷിക്കാൻ താല്പര്യമാണ്. പുതിയ വർഷം വന്നു, ഒരു വിളക്ക് കൊളുത്തി മനസ്സുകൊണ്ട് നല്ലതുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാനൊരു ആഗ്രഹം. അത് എല്ലാ വർഷവും അങ്ങനെയാണ്, ഈ വർഷവും അങ്ങനെയാവും. പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും പറയില്ല, ഒന്നും പറയില്ല. കുറേ തീരുമാനങ്ങളുണ്ട്, ചിലത് നടക്കൂല. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിചാരിച്ചാൽ നമ്മൾ ചെയ്യും, നമ്മൾ പറ്റുന്നത് മാക്സിമം ചെയ്യണം. അല്ല, ചിലതൊക്കെ അച്ചിട്ടാണ്. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടക്കില്ല. അതിൽ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ വിശ്വസിക്കട്ടെ കുറച്ച്. അതുകൊണ്ട് ഒന്നും പറയില്ല, എല്ലാം നടക്കില്ല. ഭഗവത്ഗീതയിലൊരു പർട്ടിക്കുലർ വേഴ്സ് പറയുന്നത്, ഉത്തരേതാത്മനാത്മാനം നത്മാനം അവസാധേതാത്മൈവ ഹി ആത്മനോ ബന്ധുരാത്മൈവ പരിപുരാത്മ. നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ, തോറ്റിട്ടുണ്ടെങ്കിലും കാരണം നമ്മൾ. കാരണം നമ്മളാണ് ഏറ്റവും നല്ല മിത്രം, നമ്മളായിരിക്കും ഏറ്റവും വലിയ ശത്രു. ആ റൂൾ അപ്ലൈസ് ടു എവറിത്തിങ്. നമ്മൾ തീരുമാനിച്ച് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നടക്കില്ല, ചെയ്താൽ നടക്കും. താങ്ക് യു വെരി മച്ച്. അടിച്ചുപൊളി. ഇല്ല അല്ല, ഈ അടിച്ചുപൊളി എന്നുള്ള വാക്കെല്ലാം ഞാൻ ഒഴിവാക്കി. ഭയങ്കര അടിപൊളി അതൊന്നുമില്ല, ചെത്ത് കൊലമാസം അതൊന്നുമില്ല. നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കൂ. നിങ്ങൾക്ക് നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കും. ഹാപ്പി ന്യൂ രണ്ടുപേരും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരുന്നോന്ന് ചോദിക്കും. ഞാൻ റോഡിലുള്ള ട്രാഫിക്കും പുള്ളിക്കാരി ഉറക്കത്തിലെ സ്വപ്നമാണ് കണ്ടുകൊണ്ടിരുന്നത് 2 ദിവസമായിട്ട്. ഫിലിമിനൊക്കെ പോകാൻ താല്പര്യം ഒത്തിരി ഉണ്ട്, പോവാൻ ആരെങ്കിലൊക്കെ സമ്മതിക്കണ്ടേ? വർക്കുണ്ട് എല്ലാവർക്കും, എല്ലാ സമയത്തും നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്ത് പോവും. ഇനി എന്തായാലും ന്യൂ ഇയറിൽ സിനിമയ്ക്ക് കാണട്ടെ. കേട്ടിരുന്നോ? ഒരുപാട് വയലൻസ് ഒക്കെ കാണട്ടെ, കണ്ടിട്ട് കാണാൻ പോകുമ്പോ നിങ്ങൾ എല്ലാവരും വിളിക്കും. അപ്പൊ അവിടെ വന്നാൽ മതി, റിവ്യൂ എടുക്കാൻ. കാണണം, മൂവീസ് എല്ലാം കാണണം. ഞങ്ങൾക്ക് 2 പേർക്കും മൂവീസ് ഇഷ്ടമാണ്, തീർച്ചയായിട്ടും. മലയാള സിനിമയിൽ പുതിയൊരു വഴിത്തിരിവാണ് മാർക്കോ എന്നാണ് പറയുന്നത്. മ്യൂസിക് കൂടെ അറിഞ്ഞു. എല്ലാ സിനിമയ്ക്കും നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു പുതിയൊരു ട്രീറ്റ്മെൻറ്റാണ്, ഇതൊരു വഴിത്തിരിവാണ്. ഇത് കഴിഞ്ഞാൽ മലയാള സിനിമ മാറി. എൻ്റെ അടുത്ത് ഒരിക്കൽ ഏതോ ഒരു ഡിസ്കഷനിൽ ചോദിച്ചിരുന്നു, റസൂൽ പൂക്കുറ്റി, അദ്ദേഹത്തിന് ശേഷമുള്ള മലയാള സിനിമ, അദ്ദേഹത്തിന് മുന്നേ ഉള്ള മലയാള സിനിമ. അപ്പം ഞാൻ ചോദിച്ചു, 85-ൽ സിനിമാ സ്കോപ്പിൽ അപ്പച്ചൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടായിട്ടുള്ള പടയോട്ടത്തിൻ്റെ സൗണ്ടിന് ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു.
അന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമമാണ് ചെയ്തത്. അതിന് മുന്നേ നമുക്ക് ഫിക്ഷണൽ മൂവീസും മറ്റേ പറക്കുന്ന ആൾക്കാരും എല്ലാം CG ഇല്ലാതെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വഴിത്തിരിവായിരുന്നു. എല്ലാം ഓരോ സിനിമയും വഴിത്തിരിവാണ്. ഓരോന്നും ഓരോ ഇമ്പ്രൂവ്മെൻ്റ് ആണ്, ഓരോ ചുവടല്ല. അതെടുക്കും, അടുത്തേക്ക് പോകും, ഇനിയും ബെറ്ററാ. ഇനിയിപ്പോൾ AI ജയനൊക്കെ തിരിച്ചു വരും. അപ്പോൾ ജയൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാം വഴിത്തിരിവ് തന്നെയാണ്. ഓരോന്നും ഓരോ മൈൽ സ്റ്റോണാണ്. ഇപ്പോൾ മാർക്കോ ഇപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു ബോൾഡ് നേച്ചർ അത് ഇനിയും മാറും. നല്ല രീതിയിൽ ഇനിയും അടുത്ത ലെവലിൽ ഇനിയും നന്നായിട്ട് ചെയ്യണം. നമ്മൾ റേഡിയോയിൽ ഞങ്ങൾക്കൊരു റൂളുണ്ട്, ദ ബെസ്റ്റ് ഷോ യു ഹാവ് എവർ ഡൺ ഇസ് ദ ലാസ്റ്റ് വൺ. ഞാനിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത ഷോ ആണ് ഏറ്റവും നല്ലത്. അത് നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. അതുപോലെ മാർക്കോ ഇതൊരു പുതിയൊരു വഴിത്തിരിവായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ സിനിമകൾ വരും. മക്കളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പി. ട്രിവാൻഡ്രത്ത് ടൊവീനോ വന്നിട്ടുണ്ടായിരുന്നല്ലോ. മോൾക്ക് ടൊവീനോ കാണുന്നത് ഭയങ്കര ആഗ്രഹമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. മോളിപ്പോൾ കണ്ണൂരല്ലേ? കണ്ണൂരാണോ? ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞിടയ്ക്ക് ടൊവീനോ. അപ്പോൾ നമ്മൾ വേണ്ടേ? ഞങ്ങൾ 24th പോയി. നമ്മൾ പോയില്ലേ? 24th വർക്കലയിൽ അവാർഡ് കഴിഞ്ഞ് നേരെ ഊട്ടിയിലേക്ക് പോയി. അവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞ് അവിടുന്ന് കണ്ണൂർ പോയി. ഇന്നലെ കൊച്ചി വന്നു. കൊച്ചിയിൽ നിന്ന് രാത്രി എത്തി. ഇന്ന് രാവിലെ 4 മണിക്കല്ലേ എത്തിയത്? 4 മണിക്ക്. ഇന്ന് രാവിലെ 4 മണിക്ക്. നെക്സ്റ്റ് ടൈം കാണാമല്ലോ. അതെ, നമുക്ക് ആ സമയം ആവുമ്പോൾ നമ്മൾ കാണും. തീർച്ചയായിട്ടും കാണും.